ഇന്ദ്രേട്ട, എനിക്ക് വേണം. അവനെ പറയാൻ അനുവദിക്കാതെ അവൻ്റെ ചുണ്ടിൽ കൈവച്ച് മൂടിയവൾ. എനിക്കും. അല്പനേരത്തെ മൗനത്തിനു ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറയെ, വിടർന്ന മുഖത്തോടു കൂടി അവൻ്റെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടിയിരുന്നു ലക്ഷ. അവളുടെ ചുണ്ടുകൾ തൻ്റെ മുഖമാകെ പടരുമ്പോഴും അവളെ തന്നിൽ നിന്ന് അകറ്റി മാറ്റാതെ തൻ്റെ നെഞ്ചോട് തന്നെ ചേർത്ത് അമർത്തിയിരുന്നു ജിത്തു. ഒടുവിൽ കിതച്ചിട്ടും തന്നിൽ നിന്നകലാതെ തന്നെ ആവേശത്തോടെ ചുംബിക്കുന്നവളെ അവൻ ബലമായി പിടിച്ചു മാറ്റി കെട്ടിപ്പുണർന്നു. അവളുടെ വയറിൽ പ്രഷർ കൊടുക്കാതെ തന്നെ അവളെ ആഞ്ഞു പുണർന്നുകൊണ്ട് അവളുടെ തോളിൽ നിന്നും സാരിയുടെ മുന്താണിയും ബ്ലൗസും കൂടി വലിച്ചു താഴ്ത്തി തോളിൽ ചുംബിച്ചു ജിത്തു. വിറച്ചുകൊണ്ട് അവൻ്റെ മുതുകിൽ അള്ളിപ്പിടിച്ചു അവൾ. അവൻ്റെ മുഖം തോളിൽ നിന്നും അവളുടെ കഴുത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവളുടെ പിടച്ചിലേറിയെറിഞ്ഞത് കൊണ്ട് തന്നെ അവൻ വിരലുകൊണ്ട് അവളുടെ മുടിയിഴകൾ പിന്നിലേക്ക് ഒതുക്കി പിൻകഴുത്തിലെ കുഞ്ഞു രോമങ്ങളിൽ ചുണ്ടമർത്തി അവൻ. അവനിലുള്ള അവളുടെ പിടിമുറുകിയതും അവൻ്റെ ദേഹം കുളിരണിഞ്ഞതുപോലെ ഉണർന്നിരുന്നു. ഞൊടിയിടയിൽ അവളെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തി അധികം ബലം കൊടുക്കാതെ അവളിലേക്ക് ചാഞ്ഞു ജിത്തു. അവളുടെ കൈകൾ അവൻ്റെ ഇരു കൈകൾക്കിടയിലൂടെ മുതുകിൽ അലഞ്ഞു. അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നതിനോടൊപ്പം മീശയും താടിയും കഴുത്തിൽ കുത്തിയിറക്കിയിരുന്നു. വല്ലാത്തൊരു വികാരം തന്നിൽ ജനനം കൊള്ളുന്നതറിഞ്ഞവളുടെ കാൽവിരലുകൾ ബെഡിൽ കുത്തിയൊന്ന് ഉയർന്നു പെണ്ണ്. അവൻ്റെ മുഖവും ചുണ്ടും നാവും അവളുടെ കഴുത്തിൽ ഇഴയുന്നതിനോടൊപ്പം കൈവിരലുകൾ അവളുടെ ബ്ലൗസിൽ കുത്തിയിരുന്ന പിന്നഴിച്ച് മുന്താണി വലിച്ചു താഴ്ത്തിയിരുന്നു. ശേഷം ആ വിരലുകൾ ബ്ലൗസിൻ്റെ ഓരോ ഹൂക്കും അഴിക്കവേ അവളുടെ വിരലുകൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിക്കുന്ന തിരക്കിലായിരുന്നു. അവളെ പതിയെ എടുത്തുയർത്തി അവളുടെ ബ്ലൗസ് തോളിലൂടെ അഴിക്കവേ അവൻ്റെ ഷർട്ടും അവൾ അഴിച്ചു മാറ്റിയിരുന്നു. അവളുടെ ബ്ലൗസ് അഴിച്ചു കഴിഞ്ഞതും ആ നഗ്നമായ തോളിൽ അവൻ്റെ ചുണ്ടുകൾ ആവേശത്തോടെ പതിയാൻ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഇന്ദ്രേട്ടാ, തന്നിൽ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണർത്തുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മുടിയിഴകളിൽ വിരൽ കോർത്ത് വലിക്കവേ അവളിൽ നിന്നും ശീൽക്കാരത്തോടെ ആ ശബ്ദം ഊർന്നു വീണിരുന്നു. അവളിൽ ജനിക്കുന്ന ഓരോ ഭാവങ്ങളും അറിഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്നും ആറടുക്കിലേക്ക് നീങ്ങി. ഒപ്പം കൈവിരലുകൾ അവളുടെ വസ്ത്രത്തെ പൂർണ്ണമായും നെഞ്ചിൽ നിന്നും വേർപ്പെടുത്തിയിരുന്നു. അവൻ്റെ മുഖം ഞൊടിയിടയിൽ ഉയർന്ന അവളുടെ മാറിൽ അമരവേ അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും അവൻ്റെ ചുണ്ടും നാവും പല്ലും അവളുടെ മുന്തിരിഞ്ഞെട്ടിൽ കുസൃതി കാട്ടവേ വിരലുകൾ അവളുടെ മാറിടുക്കിലൂടെ താഴേക്ക് സഞ്ചരിച്ചു. ഇന്ദ്രേട്ടാ, അവൻ്റെ പല്ലുകൾ അവയിൽ പതിയവേ അവൾ അറിയാതെ വിളിച്ചുപോയി. മൂളലോടെ വീണ്ടും അവയെ ലാളിക്കുന്നവനെ തന്നിലേക്ക് തന്നെ ചേർത്തമർത്തി പിടിച്ചു ലക്ഷ. അവൻ്റെ ചുണ്ടുകൾ ഇരുമാറിൽ നിന്നും അവളുടെ ഉന്തിയ വയറിലേക്ക് ചലിച്ചു ജിത്തു. തൻ്റെ വയറിൽ തുരുതുര പതിയുന്ന ആ ചുണ്ടുകൾ ആ നിമിഷം അവളിൽ ജനിപ്പിച്ചത് വാത്സല്യമായിരുന്നു. അവൻ്റെ മുഖം താഴേക്ക് ചലിക്കുന്നതും പതിയെ പതിയെ തന്നിലെ മറകളെല്ലാം നീങ്ങി അവൻ തന്നോട് അലിഞ്ഞു ചേരുന്നതും നിറഞ്ഞൊഴുകിയ കണ്ണുകൾക്കൊപ്പം ചുണ്ടിൽ പുഞ്ചിരി നിറച്ചുകൊണ്ട് അറിഞ്ഞു ലക്ഷ. വീണ്ടും വീണ്ടും തൻ്റെ ഓരോ ആഗ്രഹങ്ങളും സന്തോഷത്തോടെയും നിറഞ്ഞ പ്രണയത്തോടെയും സാധിച്ചു തരുന്നവനെ നിറഞ്ഞ സ്നേഹത്തോടെ തൻ്റെ മാറിലേക്ക് തന്നെ അമർത്തി പിടിച്ചിരുന്നു അവൾ. വേദനിച്ചോടാ? അവളെ തൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ച് ആ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ ചോദിക്കെ അവൻ്റെ വിയർത്തൊലിച്ച നെഞ്ചിൽ മുഖം ചേർത്ത് അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് ഇല്ലെന്ന് തലവിലങ്ങനെ ആട്ടിയിരുന്നു പെണ്ണ്. നിർവൃതിയിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ഇരുവരുടെയും നഗ്നതയ്ക്ക് മൂടുപടം നൽകുമ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വൈകിട്ട് ദേവയെയും അമ്മയെയും കൂട്ടി സഞ്ജു ത്രയംബകത്തിലേക്ക് എത്തിയിരുന്നു. അവരെ കാത്തെന്ന പോലെ ഉമ്മറത്തേക്ക് കണ്ണു നട്ട് ഇന്ദു ഇരിപ്പുണ്ടായിരുന്നു. കാർ വന്നു നിന്നതും സന്തോഷത്തോടെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നു ഇന്ദു. അവളെ കണ്ടതും സഞ്ജു പുഞ്ചിരിയോടെ ദേവയെ നോക്കി. അയ്യോ ഇന്ദുമോളെ, ഏട്ടൻ മറന്നുപോയല്ലോ. സഞ്ജു പറയെ പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ മുഖം ഞൊടിയിടയിൽ വാടിയിരുന്നു. സാരമില്ല സഞ്ജു ഏട്ടാ, ഇടറിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു പെണ്ണ്. ഇന്ദു ഡാ. പെട്ടെന്ന് കുഞ്ഞിനെയും എടുത്തുകൊണ്ടുവന്ന ബാഗുമായി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ദേവ. ആ സമയം ഡിക്കിയിൽ നിന്ന് വീൽ ചെയർ പുറത്തെടുത്തിട്ട് അമ്മയെ പതിയെ താങ്ങി അതിൽ ഇരുത്തിയിരുന്നു സഞ്ജു. ദേവയുടെ വിളി കേട്ട് നിറഞ്ഞ മിഴികളോടെ തിരിഞ്ഞു നോക്കി ഇന്ദു. പെട്ടെന്ന് അവളുടെ നിറഞ്ഞ മിഴികൾ കാണി ദേവ അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ വിചാരിച്ചു ഏട്ടൻ കൊണ്ടുവരുമെന്ന്, അതാ. മൂക്ക് വലിച്ചുകൊണ്ട് അവൾ പറയെ ദേവയ്ക്ക് പാവം തോന്നി. അപ്പോഴേക്കും ലക്ഷ്മി പുറത്തേക്ക് വന്നിരുന്നു. ആ മക്കള് വന്നു, വാടാ കുട്ട. വേദൂട്ടിയെ ലക്ഷ്മി എടുക്കാൻ കൈ നീട്ടിയതും അവൾ അവരുടെ മേലേക്ക് ചാടി. ഇന്ദു ഇവിടെ ഇരുന്നേ. ദേവ അവളെ സോഫയിൽ പിടിച്ചിരുത്തിയ ശേഷം
കൊണ്ടുവന്ന ബാഗ് തുറന്നു. ഇന്ദു സങ്കടത്തോടെ മുഖം കുനിച്ചിരുന്നു. അപ്പോഴേക്കും അമ്മയും കൂട്ടി സഞ്ജു എത്തിയിരുന്നു. അവനെ കാണെ ദേവ അവനെ ദേഷ്യത്തിൽ നോക്കി. ശേഷം മേശമേലിരുന്ന് പ്ലേറ്റ് എടുത്തു കൊണ്ടുവന്ന പാത്രത്തിൽ നിന്നും പാൽപായസം അതിലേക്ക് പകർത്തി. എന്നിട്ടൊരു സ്പൂണും ഇട്ട് അവൾക്ക് മുന്നിലേക്ക് നീട്ടി. പെട്ടെന്ന് തൻ്റെ മുന്നിൽ പാൽപായസം കണ്ടതും വിടർന്ന കണ്ണുകളോടെ ദേവയെ തലയുയർത്തി നോക്കി ഇന്ദു. ഇത്? അവൾ പ്ലേറ്റ് കയ്യിൽ വാങ്ങിക്കൊണ്ട് ദേവയെയും സഞ്ജുവിനെയും മാറി മാറി നോക്കി. ആമി മാത്രമല്ല എൻ്റെ കൂടപ്പിറപ്പ്, നീയും എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാ. നിനക്കും കൂടി വേണ്ടിയാ ഞാനിതൊക്കെ ഉണ്ടാക്കിയത്. കഴിക്ക്. ദേവചിരിയോടെ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് നെറ്റിയിൽ ചുണ്ടമർത്തി. അവൾ പുഞ്ചിരിയോടെ സഞ്ജുവിനെ നോക്കി. അവനൊരു കള്ളച്ചിരിയോടെ നെഞ്ചകത്ത് കൈപ്പിണച്ചു കെട്ടി അവളെ നോക്കി നിൽക്കുകയായിരുന്നു ആ നിമിഷം. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് മനുഷ്യ, ചുമ്മാ അവളെ കരയിക്കാനായിട്ട്. ദേവ പല്ലടിച്ച് സഞ്ജുവിനെ നോക്കി പറഞ്ഞു. ആദ്യമേ പറഞ്ഞ ഇപ്പൊ എൻ്റെ പെങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം നേരത്തെ കാണാൻ പറ്റുമായിരുന്നോ എൻ്റെ ഭാര്യയെ? അവൻ ചിരിയോടെ ദേവയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറയെ ഇന്ദു ഇരുവരെയും നോക്കിയെന്ന് ചിരിച്ചു. അല്ല, ആമിയും ജിത്തുവോ എവിടെ? സഞ്ജു പായസം കുടിക്കുന്നവളെ നോക്കി ചോദിച്ചു. അവർ മുറിയില്ല. ആർത്തിയോടെ കഴിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ഞാൻ പോയി അവരെ ഒന്ന് വിളിച്ചിട്ട് വരാം. സഞ്ജു അത് പറഞ്ഞ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടന്നിരുന്നു. ആമി, ജിത്തു. ഒരു പുതപ്പിനുള്ളിൽ ലക്ഷ്യെ നെഞ്ചോട് ചേർത്തടക്കി പിടിച്ചുകൊണ്ട് മയങ്ങിയിരുന്ന ജിത്തു പെട്ടെന്ന് വാതിൽ തുടർച്ചയുള്ള കൊട്ടും വിളിയും കേട്ട് ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ജിത്തു! വീണ്ടും വിളി കേൾക്കെ അവൻ തല താഴ്ത്തി തൻ്റെ നെഞ്ചിലേക്ക് നോക്കി. ഉറക്കം തടസ്സം വന്നപ്പോൾ ചിണുങ്ങിക്കൊണ്ട് വീണ്ടും തന്നിലേക്ക് തന്നെ ചേർന്ന് കിടക്കുവാണ് പെണ്ണ്. അവന് ചിരി വന്നു പോയി. ആമി, ദാ ഏട്ടൻ മോൾക്ക് പാൽപായസം കൊണ്ടുവന്നിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നേ, വാതിൽ തുറന്നേ. സഞ്ജു വാതിൽ തല്ലി പൊളിക്കും പോലെ മുട്ടുന്നുണ്ട്. ദാ വരുന്നു ഏട്ടാ. ഇനിയും മിണ്ടിയില്ലെങ്കിൽ ചെറുക്കൻ ചിലപ്പോൾ വാതിൽ ചവിട്ടി പൊളിക്കുമെന്ന് തോന്നിയതും ജിത്തു വിളിച്ചു പറഞ്ഞു. വേഗം താഴേക്ക് വാ രണ്ടാളും. ജിത്തുവിൻ്റെ ശബ്ദം കേട്ടതും ഒരു കള്ളച്ചിരിയോടെ സഞ്ജു പറഞ്ഞു. അമ്പട കള്ള, ആരും അറിയാതെ രണ്ടും കൂടി കട്ട് തിന്നുവാണല്ലേ, ശരിയാക്കി തരാം രണ്ടിനും. സഞ്ജു മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തി താഴേക്ക് നടന്നു. കുഞ്ഞ മാറിക്കേ, താഴെ എല്ലാവരും വന്നു, അങ്ങോട്ട് ചെല്ലണ്ടേ നമുക്ക്, എഴുന്നേൽക്ക്. തൻ്റെ മാറോടൊട്ടിക്കിടന്ന പെണ്ണിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറയെ അവൾ ഒന്നുകൂടി അവനെ മുറുക്കെ പിടിച്ചു കിടന്നു കളഞ്ഞു. എടി കള്ളിപ്പെണ്ണെ, എഴുന്നേൽക്ക്. അവളുടെ കാതിൽ താടി രോമങ്ങളാൽ ഉരസിക്കൊണ്ട് ജിത്തു പറയെ ഇക്കിളി കൊണ്ട് കുലുങ്ങി ചിരിച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് അവൻ്റെ മുഖം തന്നിൽ നിന്നും അടർത്തി മാറ്റി പിന്നോട്ട് തള്ളി. എന്നാ വീട്, മോൾ ഉറങ്ങിക്കോ. ഞാൻ അവരോട് പറഞ്ഞോളാം എൻ്റെ ബാബ ഉറങ്ങുവാണെന്ന്. അവളുടെ കൈ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ഒരുങ്ങിക്കൊണ്ട് അവൻ പറയെ ഉടുമ്പ് പിടിക്കും പോലെ വീണ്ടും അവനെ അള്ളി പിടിച്ചു കിടന്നു അവൾ. പോണ്ട. കണ്ണട ചതയെ കിടപ്പ് കിടന്നുകൊണ്ട് പറയുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കിക്കിടന്നു. പതിയെ ഒരു കള്ളച്ചിരിയോടെ അവൻ അവളുടെ കാതിൽ നാവ് കൊണ്ടൊഴിഞ്ഞ് കടിച്ചു നുണയാൻ തുടങ്ങി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് കണ്ണ് വലിച്ചു തുറന്നു പെണ്ണ്. ഇന്ദ്രേട്ടാ. അവൾ കണ്ണു തുറന്നതും അവൻ അവളുടെ ചെവിക്കുടയിൽ നാവ് കൊണ്ടൊഴിഞ്ഞു. ഇന്ദ്രേട്ടാ, മതി. അവനെ തടഞ്ഞില്ലെങ്കിൽ തൻ്റെ കാര്യത്തിൽ തീരുമാനമാവും എന്നറിയാവുന്ന ലക്ഷ അവൻ്റെ ചുണ്ടിൽ വിരൽ കൊണ്ട് തടഞ്ഞു. ഞാൻ മാറില്ല, എനിക്ക് നീയും മതിയായിട്ടില്ല. അവൻ തൻ്റെ ചുണ്ടിലിരുന്ന് അവളുടെ വിരൽ പിടിച്ചെടുത്ത് മുത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ കരണ്ടടിച്ചതുപോലെ വായും പൊളിച്ചു നോക്കിപ്പോയി അവനെ. ഇന്ദ്രേട്ടാ, അത് വാവാ. അവനിൽ നിന്നും കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പതർച്ചയോടെ പറഞ്ഞു അവൾ. അവളുടെ പതർച്ചയും വെപ്രാളവും കണ്ടവന് ചിരി പൊട്ടി. അവളെ നെഞ്ചോടടക്കി പിടിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നവനെ കൂർപ്പിച്ചു നോക്കി പെണ്ണ്. എന്ന മര്യാദയ്ക്ക് മാറു പെണ്ണെ, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും ബാലൻ കെ നായരാവും. വേണോ? ചിരിയോടെ ചോദിക്കുന്നവൻ്റെ നെഞ്ചിലായി ആഞ്ഞു കടിച്ചു പെണ്ണ്. എടി യക്ഷി, കേറ് കേറ്, എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ കേറ്, മാറടി കുരുപ്പേ. നെഞ്ചും തടവിക്കൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നവനെ കണ്ടവൾ വാപ്പൊത്തി ചിരിച്ചു. പൂടിക്കിണിക്കാതെ, എൻ്റെ കുഞ്ഞുള്ളോണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ നിന്നെയുണ്ടല്ലോ. അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് നിലത്തു കിടന്ന മുണ്ടെടുത്ത് അരയിൽ മുറുക്കിക്കൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു. അവൾ തൻ്റെ ദേഹത്ത് അങ്ങിങ്ങായി തെളിഞ്ഞു കിടക്കുന്ന പാടുകളിൽ നോക്കിക്കൊണ്ട് നാണത്തോടെ മുഖം പൊത്തി ഷീറ്റ് ദേഹത്തേക്ക് വലിച്ചു മൂടി ചെരിഞ്ഞു കിടന്നു. നവീൻ കുളിച്ചിറങ്ങിയപ്പോൾ കാണുന്നത് കുളി കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് മുടി തുവർത്തുന്നവളെയാണ്. അവൻ ഭിത്തിയിൽ ചാരി നെഞ്ചത്ത് കൈ പിണച്ചു കെട്ടി നിന്നുകൊണ്ട് അവളെ തന്നെ നോക്കി നിന്നു. ഓറഞ്ച് നിറത്തിലുള്ള സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അവളുടെ ഒതുങ്ങിയ കുഞ്ഞു ശരീരത്തിന് സാരി നന്നായി ചേരുന്നുണ്ടായിരുന്നു. സാരിയുടെ മുന്താണി പിന്നിലേക്ക് പിടിച്ചുകുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. മുടി മുഴുവൻ മുന്നിലേക്കിട്ട് തുവർത്തുന്നതിനാൽ പിൻകഴുത്തിൽ അവൻ കെട്ടിയ മഞ്ഞ ചരട് തെളിഞ്ഞു കാണാമായിരുന്നു. ഒപ്പം പിൻകഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വെള്ളത്തുള്ളികളും. അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് അടിവെച്ചു.
ഇതൊന്നും അറിയാതെ തൻ്റെ ജോലി തുടരുവാണ് ആരതി. അവൻ കള്ളച്ചിരിയോടെ അവളുടെ പിന്നിലൂടെ സാരിക്കിടയിലൂടെ കൈകടത്തി അവളുടെ വയറ്റിലെ ചുറ്റിപ്പിടിച്ച് തൻ്റെ ദേഹത്തേക്ക് ചേർത്തു. ഉണ്ണിയേട്ടാ. ഞെട്ടിവിറച്ചുള്ള അവളുടെ ശബ്ദം കാതിൽ പതിക്കെ അവൻ്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ അമർന്നിരുന്നു. ആരതി. അവളുടെ പിൻകഴുത്തിലെ വെള്ളത്തുള്ളികളെ കുതിർന്ന വെളുത്ത രോമാഞ്ചങ്ങളിൽ നാവ് കൊണ്ടൊഴിഞ്ഞ് ആ തുള്ളികളെ രുചിച്ചുകൊണ്ട് അവൻ വിളിച്ചു. ഞൊടിയിടയിൽ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും വെട്ടിത്തിരിഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു ആരതി. ഉണ്ണിയേട്ടാ പ്ലീസ്, വേണ്ട, ആരെങ്കിലും കാണും. അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾ പറയെ അവളുടെ കഴുത്തിൽ താടി രോമങ്ങളെ ലിക്കിളി കൂട്ടിയിരുന്നു അവൻ. അവൾ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുതുകിൽ മുറുക്കെ പിടിച്ചു. പെണ്ണെ, ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട്. ഞാനിത് വാങ്ങുമ്പോൾ പോലും ഇത്രയും വിചാരിച്ചില്ല. അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി മൊത്തത്തിലൊന്ന് വീക്ഷിച്ചുകൊണ്ട് അവൻ പറയെ ജാളിതയോടെ മുഖം കുനിച്ചു ആരതി. അവൻ പുഞ്ചിരിയോടെ അവളുടെ ഓരോ ഭാവത്തെയും വീക്ഷിക്കുകയായിരുന്നു. ഇങ്ങനെ നിന്നാ മതിയോ? താഴേക്ക് പോണ്ടേ? അമ്മ ഇവിടെ സദ്യ വിളമ്പി വെച്ചിട്ടുണ്ടാവും. വാ. തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി കുറുമ്പോടെ അവൻ ചോദിക്കെ നാണത്താൽ ചുവന്ന മുഖത്തോടെ അവനെ നോക്കി ചിരിച്ചു പെണ്ണ്. അവൻ പുഞ്ചിരിയോടെ കുങ്കുമച്ചെപ്പിൽ നിന്നും കുങ്കുമം എടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തി. അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിയിരുന്നു അവൻ. ആരതിയെയും കൂട്ടി നവീൻ താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് നിലത്ത് പായ വിരിച്ചിട്ട് അതിനു മുന്നിൽ വാഴയിലിട്ട് അതിലേക്ക് അച്ചാറും ഇഞ്ചിയും തോരനും മറ്റു കൂട്ടുകറികളും വിളമ്പിയ ശേഷം ചോറുമായി വരുന്ന അമ്മയെ ആയിരുന്നു. ഇരുവരും പുഞ്ചിരിയോടെ പരസ്പരം നോക്കി. അപ്പോഴാണ് അമ്മയും സ്റ്റെപ്പിറങ്ങി വരുന്നവരെ കണ്ടത്. ആഹാ, കുളിയൊക്കെ കഴിഞ്ഞു. എൻ്റെ മക്കളെത്തിയോ? വാ, ഇങ്ങോട്ടിരിക്ക്. ഇരുവരെയും നോക്കി ചിരിയോടെ അമ്മ പറയെ ആരതിയുടെ കയ്യും പിടിച്ച് നവീൻ അകത്തേക്ക് ചെന്നു. സോമേട്ട, വാ, ഇരിക്ക്. സോഫയിൽ മുഖവും വീർപ്പിച്ചിരിക്കുന്ന സോമനെ നോക്കി നവീൻ പറയെ അതേ മുഖത്തോടെ അവനെ നോക്കി സോമൻ. എന്തു പറ്റി സോമേട്ട? അമ്മയുമായി പിന്നെയും പിണങ്ങിയോ? നവീൻ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിക്കെ അമ്മ ചുണ്ടുകൂട്ടിക്കൊണ്ട് ആരതിയെ പിടിച്ച് സ്പായിൽ ഇരുത്തിയിരുന്നു. ഞാനും കൂടി വിളമ്പ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അമ്മ എന്നെ ഓടിച്ചു വിട്ടു. പിന്നെ ഞാനെന്തിനാ കൂടുന്നേ? എനിക്കെങ്ങും വേണ്ട നിന്റെ അമ്മയുടെ സദ്യ. സോമനെ ചുണ്ടുകൂട്ടിക്കൊണ്ട് തിരിഞ്ഞിരുന്നു. ആഹാ, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. വിളമ്പാൻ കൂടണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ കഴിക്കാൻ കൂടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. മര്യാദയ്ക്ക് ഉണ്ടാക്കി വെച്ചതെല്ലാം കഴിച്ചോണം. അപ്പോഴേക്കും അതിനുള്ള മറുപടിയുമായി ദേവിയമ്മ എത്തിയിരുന്നു. നവീൻ ചിരിയോടെ ആരതിയെ നോക്കി. അവൾ ഒന്നും മനസ്സിലാവാതെ എല്ലാവരെയും നോക്കുന്നുണ്ടായിരുന്നു. താനിങ്ങനെ നോക്കണ്ട, അതിവിടുത്തെ പതിവ് കാഴ്ചയാണ്. ഇവര് തമ്മിൽ ചേരില്ല, എപ്പോഴും ഇതുപോലെ അടിയും വഴക്കുമാണ്. താൻ അതൊന്നും കാര്യമാക്കണ്ട, കഴിക്ക്. അവളുടെ അടുത്തിരുന്ന് അവൻ പറയെ പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങിയിരുന്നു ആരതി.